ചില വിഷങ്ങളൊക്കെ ഏൽക്കില്ല. ഏതൊക്കെയാണ് ആ വിഷങ്ങൾ? പാമ്പിന്റെ വിഷം പെടുവോ? നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വേറെ പല ഐറ്റം എന്തൊക്കെയാണ് പേരുള്ള സൈനൈഡ് അങ്ങനെ ഐറ്റം പെടുവോ? അതിൽ വേറെ വല്ലതുമാണോ? മൂട്ടപ്പൊടിയാണോ? എന്തൊക്കെയാണ് പെടുക? ഒന്ന് പറഞ്ഞു തന്നാ മതി. ഒരാൾ അജുവ കാരക്ക കഴിച്ചിട്ട് പിന്നെ അന്ന് കുറച്ച് മൂട്ടപ്പൊടി കഴിച്ചു, ഒരു കുഴപ്പമുണ്ടാവില്ല, അങ്ങനെയാണോ? കുറച്ച് ഫുരിഡാൻ വാങ്ങി കഴിച്ചു, അങ്ങനെയാണോ? കണ്ടോ സഹോദര, എവിടെ എത്തിയവരൊക്കെ ചോദിക്കുക, ഞങ്ങളെവിടെ നിഷേധിച്ചു എന്നാ. പണ്ട് ഒരാൾ മറ്റു തങ്ങളെ എന്തോ തോന്നിയ ദിവസം വിളിച്ചു വന്നു. അപ്പൊ അത് വലിയ വിഷയമായി. അതിന് അവസാനം മദ്യം വരാൻ വേണ്ടി വിളിച്ചു കൂട്ടിയ മറ്റേ ഞാൻ വലിയ മദ്യം ആവശ്യമില്ല. അല്ല, നിങ്ങൾ വരിയൊക്കെ വിളിച്ചുകൊണ്ടു ഇവിടെ ഞാൻ എന്താണ് ഓനെ പറ്റി പറഞ്ഞു ചോദിച്ചു. അവിടെ പറയാൻ പറ്റൂല. എന്തും മാനരാഷ്ട്രീയം ഓനെ പറ്റി പറഞ്ഞു ചോദിച്ചേ എന്ന് പറഞ്ഞ മാതിരിയാണ്. ഞങ്ങളേത് നിശ്ചയിച്ചു എന്നാ ചോദിക്കുന്നത്. എന്താണ് ഇത്? മൂട്ടപ്പൊടിയാണോ? അല്ല പാറ്റപ്പൊടിയാണോ? അല്ല കുരുടാനാണോ? സഹോദരന്മാർ, നബിതങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനോടായി ചോദ്യം. ഇത് വഹയ്യ് പ്രകാരം നബിതങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. അവിടെ നബിതങ്ങൾ പറഞ്ഞു, അവന് ഏൽക്കുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല, സുമ്മും വലാ സിഹർ, സുമ്മും ഏൽക്കുകയില്ല, സിഹറും ഏൽക്കുകയില്ല. അപ്പൊ പിന്നെ മൂപ്പരെ കണ്ടെത്തുന്നത് എല്ലാ വിഷവും ഏൽക്കൂല നിങ്ങളും പറയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എവിടുന്നേ കിട്ടില്ല. എല്ലാ വിഷം ഏൽക്കൂല, ചില വിഷക്കെ ഏൽക്കുള്ളൂ. അപ്പൊ നിങ്ങളും പരിശോധിച്ചില്ലേനാ? അല്ല, അദ്ദേഹം ചോദിക്കട്ടെ, ബാക്കി പറഞ്ഞുതരാം. സംസം വെള്ളത്തിന്റെ എല്ലാ മഹത്വവും അതിനുള്ള എല്ലാ മഹത്വവും അംഗീകരിക്കുന്നവരാണ് എല്ലാ മുജാഹിദുകളും. എന്നാൽ നിങ്ങൾ പറയുന്ന രോഗശമനം അടക്കമുള്ള കാര്യങ്ങളിൽ പൊതുവിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ അത് അപ്പുറപ്പുറമൊന്നുമില്ല, എല്ലാ പുറത്തും അതിൽ വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള ആൾക്കാരുണ്ട്. നമ്മളതുകൊണ്ടാണ് പറഞ്ഞത്. അതും എന്താണ് വിഷയം? ഇവിടുത്തെ ദുന്യാവിലെ കാര്യം പറഞ്ഞത്, അജുവ കഴിച്ചാൽ രോഗം അല്ല, സംസം കഴിച്ചാൽ രോഗം വരില്ല, രോഗം ഭേദമാകും. അജുവ കാലൊക്കെ വാക്സിനാണ്, മറ്റേത് മെഡിസിനാണ്. അത് വ്യത്യാസം മനസ്സിലല്ലോ. അജുവ എന്താണ്? വാക്സിനാണ്, എന്നാൽ പ്രതിരോധ പരിപാടിയാണ്, നേരത്തെ തന്നെ കൊടുക്കണമാണ്. മറ്റേതോ രോഗം വന്നിട്ട് കുടിക്കണമാണ്. ആയിക്കോട്ടെ, ഏതൊക്കെ രോഗത്തിനാണ് പറ്റുക അത് പരിശോധിക്കണ്ടേ? അപ്പൊ കണ്ടു, ഏതൊക്കെ രോഗത്തിന് പറ്റും അത് പരിശോധിക്കണ്ടേന്നാ. അപ്പൊ നബിതങ്ങൾ പറഞ്ഞാൽ പിന്നെ പരിശോധിക്കാൻ നമ്മളാരാ സഹോദരന്മാർ? അത് എല്ലാത്തിനും പറ്റും, എല്ലാത്തിനും പറ്റും, എല്ലാ വിഷത്തിനും പറ്റും, ഏതിനും പറ്റും. നമ്മളെ വക പരിശോധിക്കാൻ പോകേണ്ട കാര്യമില്ല. അവിടെ സുമ്മേൽക്കയില്ല, സിഹറേൽക്കയില്ല. അപ്പൊ പിന്നെ എല്ലാ വിഷവുമാണോ എന്ന് ചർച്ച ഉണ്ടോ? ഉണ്ട്, പണ്ഡിതന്മാർക്കുണ്ട്. അതെങ്ങനെ ഉണ്ടായത്? സുമ്മ എന്ന പദം ഏതിനൊക്കെ ഉപയോഗിക്കും അതാ ചർച്ച. അത് നബി പറഞ്ഞാൽ പിന്നെ അത് ഞാൻ അപ്പുറപ്പുറം ഉണ്ടോന്നുള്ളതല്ല. ഹദീസ് ഉപയോഗിച്ച പദം ഏതാ? സുമ്മുൻ എന്ന പദമാണ്. അപ്പൊ സുമ്മ എന്ന പദം ഉപയോഗിച്ചാൽ എല്ലാത്തരം വിഷത്തിനും സുമ്മ എന്ന് പറയുമോ? അതല്ല. ചില ഇഴജന്തുക്കള്, തേള്, കരിക്കുന്നന്, ഇങ്ങനെയൊക്കെയുള്ള ചെറിയ വിഷങ്ങളുള്ള എന്നാൽ ആളെ കൊല്ലാത്ത രൂപത്തിലുള്ള വിഷത്തിനാണോ സുമ്മ എന്ന് പറയുക? കൊല്ലുന്നതാണെങ്കിൽ സുമ്മുൻ ഖാതിൽ, കൊല്ലുന്ന വിഷം പ്രത്യേകം പ്രയോഗിക്കലുണ്ട്. അവിടെ ഇവിടെ സുമ്മുൻ എന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് എല്ലാ വിഷയത്തിനും ബാധകമാണോ? അതല്ല, ചിലതിന് മാത്രമാണോ എന്ന് മുൻഗാമിയുടെ ചർച്ചയാണ്. നമ്മൾ കൊടുക്കുന്നതല്ല.